നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം 90-ാം സർഗത്തിൽ 13-ാമത്തെ ശ്ലോകം പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടിന്യൂ ചെയ്യാം. 13 വെറും പുൽത്തുമ്പിനേക്കാളും താഴ്മശീലിച്ചുമല്ലവേ മനഃശാന്തി വളർത്തിടാൻ മഹാന്മാരുര ചെയ്യലും. ഇനി 14-ാമത്തെ ശ്ലോകം മുതൽക്ക്. കാരണം ഞാൻ ഒരു പോർഷൻ ഒരു 20 മിനിറ്റ്സ് ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്തു. പിന്നെ കുറച്ച് സുസ്തി വരാൻ തുടങ്ങിയപ്പോൾ ഞാനത് നിർത്തി. ഇപ്പോൾ ബാക്കി ഒരു 20 മിനിറ്റ് കൂടി നമുക്ക് പറഞ്ഞിട്ട് ഈ എന്താ പറയുക അധ്യായം 591 നമുക്ക് മുഴുമിപ്പിക്കാം. അപ്പോൾ 14-ാമത്തെ ശ്ലോകം, ഓർക്കാതൊരക്ഷരം പോലും വല്ലോർ അപ്രിയമോതുകിൽ ക്ഷമ വിട്ടുടൻ ഒട്ടാകെ വിറപ്പോനെന്തു ഭക്തനാം. നമ്മളോട് ഈ ഗ്രന്ഥകർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താ അത്? ഓർക്കാതെ ഒരക്ഷരം പോലും വല്ലോർ അപ്രിയമോതുകിൽ, നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ ക്ഷമ വിട്ടു ഉടലൊട്ടാകെ വിറപ്പോൻ എന്തു ഭക്തനാം. ഈ ഒരു ക്വാളിറ്റി നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഭക്തന്മാരല്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ ഇളക്കിയാൽ നമ്മളതിൽ ഇളകരുത്. അതാണ് ഉദ്ദേശം. ആരിപ്പോൾ നമ്മളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചാലും നമ്മൾ പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങാൻ പാടില്ല. ഇതൊരു വിദ്യയാണ്. ഇത് ഒരു അന്ധവിശ്വാസമല്ല. ഇത് സത്യത്തിൽ ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്കുള്ള ശാസ്ത്രീയമായ ഗ്രന്ഥമാണിത്. ഇത് മനസ്സിലാക്കാണ്ട് ദൈവസ്തംഭം തെളിയിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ പറഞ്ഞു, വല്ലോ ഓർക്കാതൊരക്ഷരം പോലും വല്ലോരപ്രിയമോതുകിൽ ക്ഷമ വിട്ട് ഉടലൊട്ടാകെ വിറപ്പോനെന്തു ഭക്തനം. ഞാൻ അവിടെ ഓ മൈ ഗോഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇത് പഠിക്കണ സമയത്ത്. അതാണ് ശരി. മനസ്സിലായില്ലേ? കാർവർണ്ണനെ മനക്കാമ്പിൽ മിന്നിപ്പാൻ യത്നമെന്നിയേ കാമത്തെ തന്നെ പോറ്റിയിടുന്നവൻ എന്തൊരു ഭക്തനാം. കാമനകൾ വെച്ച് ഭാഗവതം പഠിക്കരുത്. എനിക്ക് സത്സന്താനം ഉണ്ടാവണം പറഞ്ഞിട്ട് ഭാഗവതം പഠിക്കരുത്. എൻ്റെ ജോലി, എൻ്റെ കടമയാണ്, കടപ്പാടാണ് ഭാഗവതം പഠിക്കുക എന്നുള്ളത്. എന്നിട്ട് ആ ഭാഗവതത്തിലുള്ള ഉപദേശ ശകലങ്ങളെ ഞാൻ പ്രായോഗിക ശാസ്ത്രത്തിൽ കൊണ്ടുവന്നാൽ ഞാൻ ഭക്തനായി, ഇല്ലെങ്കിൽ ഞാൻ ഭക്തനാവില്ല. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ ഗുരുനാഥൻ എനിക്ക് ഭാഗവത ഭക്തദാസൻ എന്നൊരു പേര് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ ഒരു കുറച്ചെങ്കിലും ഷെയ്ക്കാക്കുന്ന രീതിയിൽ ഞാൻ പെരുമാറാൻ പാടില്ല. അത് ഞാൻ ഒരു വ്രതമായിട്ട് എടുക്കണം. എന്നാലേ അദ്ദേഹം തന്ന വാക്കിന് ഗരിമയുണ്ടാവുള്ളൂ. അപ്പോൾ വലിയൊരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ കാർവർണ്ണനെ മനക്കാമ്പിൽ മിന്നിപ്പാൻ യത്നമെന്നിയെ, തൻ്റെ ഹൃദയകമലത്തിൽ വാഴുന്ന ആ പരമ്പൊരുളിനെ കേശാദിപാദം പാദാദികേശം ധ്യാനിച്ച് സുഗമമായ വഴിയിൽ പ്രീതികരമായി ജീവിച്ച് ഈശ്വര സാക്ഷാത്കാരം വളർത്താതെ കണ്ട് കാമത്തെ തന്നെ പോറ്റിടുന്നവൻ എന്തൊരു ഭക്തനാം. ഭക്തനല്ല. അടുത്ത ശ്ലോകം 16, സജ്ജനങ്ങൾക്കു വാഴ്ത്തിയിടത്തക്കതായൊരു കർമ്മവും ചെയ്യുവാൻ ജന്മത്തിൽ ആവാകിൽ അവൻ എന്തൊരു ഭക്തനാം. സജ്ജനങ്ങൾക്ക് വാഴ്ത്തിയിടത്തക്കതായി ഒരു കർമ്മവും ചെയ്യുവാൻ ജന്മത്തിൽ ആവായിൽ അവൻ എന്തൊരു ഭക്തനാം. സജ്ജനങ്ങൾ പറയണം താൻ നല്ലൊരു കാര്യം ചെയ്തു എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് നമുക്ക് പുരോഗമിക്കാൻ പറ്റുള്ളൂ. പിന്നെ പറഞ്ഞു, ശമം ദമം ബ്രഹ്മചര്യം ക്ഷമ തൊട്ട ഗുണങ്ങളിൽ ഒന്നെങ്കിലും പഠിക്കാകിൽ അവൻ എന്തൊരു ഭക്തനാം. താമരശ്ശേരി കൃഷ്ണൻ പട്ടത്തിരി 6-7 വർഷം പുറപ്പെടാശാന്തിയായിട്ട് ഗുരുവായൂരപ്പനെ ഭജിച്ച് എഴുതിയിട്ടൊരു ഗ്രന്ഥമാണത്. ശമം ദമം ബ്രഹ്മചര്യം ക്ഷമ തൊട്ട ഗുണങ്ങളിൽ ഒന്നെങ്കിലും പഠിക്കാകിൽ അവനെന്തൊരു ഭക്തനാം. ആടിക്കുഴഞ്ഞണഞ്ഞിടും അവളെ പോലും അമ്മയായി കാണുവാൻ അഭ്യസിക്കാകിൽ അവനെന്തൊരു ഭക്തനാം. ഇന്നത്തെ
സിനിമ ഫീൽഡിൽ അല്ലെങ്കിൽ ഏത് ഫീൽഡിലും സ്ത്രീകളെ മാനിക്കാത്ത രീതിയിലുള്ള ജീവിതം നടത്തുകയാണെങ്കിൽ അത് വലിയൊരു അപരാധമാണ്. അവരെ ബഹുമാനിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. ആടിക്കുഴഞ്ഞണഞ്ഞിടും അവളെ, ആരോ ആയിക്കോട്ടെ, ആടിക്കുഴഞ്ഞ് അണഞ്ഞിടും അവളെ പോലും അമ്മയായി കാണുവാൻ അഭ്യസിക്കാകിൽ അവൻ എന്തൊരു ഭക്തനാം. വെറും മൃഗങ്ങളെ പോലെ ആഹാരാദി ചതുഷ്ടയം മാത്രം ശീലിച്ചു നേടുന്നവൻ എന്തൊരു ഭക്തനാം. വെറും മൃഗങ്ങളെ പോലെ ആഹാരാദി ചതുഷ്ടയം, അതായത് ഉണ്ണണം, കുളിക്കണം, ഉറങ്ങണം, മൈഥുനം ചെയ്യണം. ഇതാണ് ഈ 4 ചതുഷ്ടയങ്ങൾ ലൗകികത്തിൽ. വെറും മൃഗങ്ങളെ പോലെ ആഹാരാദി ചതുഷ്ടയം മാത്രം ശീലിച്ചു നേടുന്നവൻ എന്തൊരു ഭക്തനാം. പരൻ ദുഃഖിപ്പതായി കാണെങ്കിൽ അലിഞ്ഞ് ആവുന്നതുമാതിരി സഹാനുഭൂതി കാട്ടാകിൽ അവൻ എന്തൊരു ഭക്തനാം. വളരെ വൈകാരികമായിട്ടുള്ളൊരു കാര്യമാണത്. പരൻ മറ്റുള്ളവൻ ദുഃഖിപ്പതായി കാണെങ്കിൽ അവൻ നന്നാവില്ല എന്നല്ല പറയേണ്ടത്. അവനെ നന്നാക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ഒരു ചോദ്യം വരും അല്ലേ? ചിലവരുണ്ട് ഇതുവരെ നിങ്ങൾ പറഞ്ഞത് കേട്ടു. ആരോട്? അമ്മോട്. ഇനി ഞാൻ എൻ്റെ ഭാര്യ പറഞ്ഞത് കേൾക്കൂ എന്ന് പറയുന്നത് ശുംഭത്തരം, വേറൊന്നുമല്ല. അമ്മ മരിക്കുന്നത് വരെ അമ്മ പറഞ്ഞത് കേൾക്കണം. ചിലവർ പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീട് വിൽക്കണില്ല, അപ്പോൾ നിങ്ങൾ മരിച്ചാൽ ഉടനെ ഞാൻ ഇതൊക്കെ വിറ്റ് ഞാൻ വേറെ എവിടെയെങ്കിലും ടൗണിൽ പോയി ജീവിക്കുന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഐ ഫീൽ പിറ്റി. കാരണം എന്താ? അവരവരുടെ കടമ, ഈ ജന്മത്ത് നമ്മൾക്ക് ജന്മം തന്ന അച്ഛനും അമ്മയും വിസ്മരിച്ച് എന്ത് കോപ്രാട്ടിത്തരം കാണിച്ചിട്ടും യാതൊരു കാര്യമില്ല. പറഞ്ഞ ശൈലേ, പരൻ ദുഃഖിപ്പതായി കാണെങ്കിൽ അലിഞ്ഞാവുന്നതുമാതിരി സഹാനുഭൂതി കാട്ടാകിൽ അവൻ എന്തൊരു ഭക്തനാം. ധനാദി ചിന്തകൾ വെടിഞ്ഞ് ഉള്ളിലെമ്മട്ടിലെങ്കിലും സത്യവസ്തുവേ മിന്നിക്കാത്തവൻ എന്തൊരു ഭക്തനാം. അതായത് നമ്മൾ ഗുരുവായൂർ പോയിട്ട് ചുറ്റുവിളക്ക് നടത്തിയോ ഇല്ലയോ, അത് ഒരു പാരാമീറ്റർ അല്ല. കാരണം എന്താ? ധനാദി ചിന്തകൾ വെടിഞ്ഞ് ഉള്ളിൽ എമ്മട്ടെങ്കിലും സമഹോദി അതർ സത്യവസ്തുവേ മിന്നിക്കാത്തവൻ. എന്താ സത്യവസ്തു? ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. ഇതറിയാതെ കണ്ട് നമ്മൾ ഇരുട്ടത്ത് തപ്പിയിട്ട് എന്താ കാര്യം? ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. പുതുതായിട്ട് കേൾക്കണവർക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ല, നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓപ്ഷൻ ഈസ് സോ വൈഡാണ്. അതായത് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിനാണ് കേശവൻ, അച്യുതൻ, നാരായണൻ, ശിവൻ, ഭുവനേശ്വരി എന്നൊക്കെ വിളിക്കുന്നത്. എന്ത് വിളിച്ചാലും വിളി കേൾക്കും. അപ്പോൾ ധനാദി ചിന്തകൾ വെടിഞ്ഞുള്ളിലെമ്മട്ടിലെങ്കിലും സത്യവസ്തുവെ മിന്നിക്കാത്തവൻ എന്തൊരു ഭക്തനാം. രാഗവും ദേശവും മറ്റും വെച്ചു പോറ്റി മനസ്സ് ഇതിൽ. രാഗവും ദേശവും ഇത് രണ്ടും ഭയങ്കര. ആരോടെങ്കിലും രാഗം വയ്ക്കുക, ആരോടെങ്കിലും ദേഷ്യം വയ്ക്കുക. രാഗം ഈശ്വരനോട്, അനുരാഗം ഈശ്വരനോട്, ദേഷ്യം വരാനും പാടില്ല. അപ്പോൾ രാഗവും ദേഷ്യവും മറ്റു വെച്ചു പോറ്റി മനസ്സതിൽ വിഷ്ണുപാദാംബുജ ധ്യാനം ചെയ്തോവനെന്തു ഭക്തനാം. ആലോചിച്ച് നോക്കൂ. രാഗവും ദേഷ്യവും മറ്റും വെച്ചു പോറ്റി മനസ്സ് ഇതിൽ വിഷ്ണുപാദാംബുജ ധ്യാനം ചെയ്യാതോൻ എന്തു ഭക്ത. എന്തിനാ വിഷ്ണു എന്ന് പറഞ്ഞത്? സർവവ്യാപിയും സർവജ്ഞനും അച്ഛനമ്മ ഇല്ലാത്തവനും സ്വയം പ്രജ്വലിച്ച് നിൽക്കുന്നതെന്ന് പറയാം. സ്വയംഭുവാണ് വിഷ്ണു. മനസ്സിലായില്ലേ? പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്,
നിങ്ങൾക്ക് രസിക്കൂല്ലെന്ന് എനിക്കറിയില്ല, അതെനിക്ക് ബാധ്യതയില്ല. ഏതൊരു ക്ഷേത്രത്തിൽ പോയിട്ടും അതിൻ്റെ പൂർവ്വവൃത്താന്തം ചോദിച്ചാൽ ഒരു വിഷ്ണു ക്ഷേത്രം അല്ലെങ്കിൽ കൃഷ്ണക്ഷേത്രം സ്വയംഭൂവായിട്ട് കാണില്ല. ബാക്കിയൊക്കെ സ്വയംഭൂ ആണെന്ന് പറയാൻ നമുക്ക് താല്പര്യമുണ്ട്. ശിവക്ഷേത്രം അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രം സ്വയംഭൂവായിട്ട് നമ്മൾ പറയും. അതിന് ഞാൻ മനസ്സിലാക്കിയത്, വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു മൈ ഫോർ ഫാദേഴ്സ്, ശാസ്ത്രം അറിഞ്ഞവരും ശാസ്ത്രം അറിയാത്തവരും, ശാസ്ത്രം അറിഞ്ഞവരെ വിഷ്ണു ആരാണ്, പരിരക്ഷിക്കുന്നവനാണ് എന്ന സംജ്ഞ മനസ്സിലാക്കി ആദ്യം മുതൽക്ക് അവസാനം വരെ ആനന്ദചിത്തന്മാരായി ആനന്ദചിന്മയന്മാരായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ തമോ ഗുണവും രജോ ഗുണവും ഉണ്ട്, അതിനെ മാറ്റാൻ പറ്റില്ല. സാത്വിക ഗുണത്തിനെ സ്വീകരിക്കാൻ വയ്യ എന്ന് വന്നാൽ മധുപാനം ചെയ്യണം, മത്സ്യമാംസം കഴിക്കണം എന്ന ഉപാധികൾ വെച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളും വെച്ച് ഇന്നതാണ് ഇവിടുത്തെ വഴിപാട്. അപ്പോൾ ഈ ബംഭം പോലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കഞ്ചാവ് വലിക്കാൻ ഭഗവാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാ പറയാൻ കാരണം, 4 വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, 4ാമത്തെ അഥർവവേദത്തിൽ ഒരു 75% മാട്ടും മാരണത്തിനുള്ള മന്ത്രങ്ങളാണ്. അതെന്തിനാ വ്യാസർ വെച്ചത് വിചാരിച്ചാൽ, കുറേ ആൾക്കാർ രജോ ഗുണപ്രധാനികളും തമോ ഗുണപ്രധാനികളായിട്ട് പോകണം, എന്നാലേ ഈ ലോകത്തിൻ്റെ ബാലൻസ് ശരിയാവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. എന്താ ഹാപ്പി? ഞാൻ 95 ശിഷ്യപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അനുദിനം ഓരോ ദിവസവും ഞാൻ മനസ്സിലാക്കി വരികയാണ്. ഞാനൊരു KG സ്റ്റുഡൻ്റാണ്, കിൻഡർ ഗാർട്ടൻ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഭാഗവതത്തിൽ നിന്ന്, അതായത് ഏത് ഭാഗവതത്തിൽ നിന്ന് നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം ഞാൻ പറയാം. 18 പുരാണങ്ങൾ DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഭാഗവത മഹാപുരാണം പറഞ്ഞിട്ടൊന്നുണ്ട്. ഭാഗവത മഹാപുരാണം അതിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ആഖ്യാനം പറയുന്നുണ്ട്. സാത്വിക ഗുണന്മാർ ശാന്തന്മാർ, രജോ ഗുണന്മാർ അശാന്തന്മാർ, പിന്നെ താമസ ഗുണം മൂഢന്മാർ. ഇനി എന്താ വേണ്ട? ഞാനതിനെ ബഹുമാനിക്കണം. അപ്പോൾ കുറച്ചൊക്കെ വേണ്ടേ ചോദിക്കാൻ ആവാം, ഒരു 10 to 5%. ഒരു 85% സാത്വിക ഗുണവും ഒരു 10% രജോ ഗുണവും ഒരു 5% തമോ ഗുണവും ആവാം. പക്ഷേ ആ 15നെ ഓവർടേക്ക് ചെയ്യാനുള്ള സന്നദ്ധത നമുക്ക് വേണേനി. മനസ്സിലേ? അപ്പോൾ രാഗവും ദേശവും മറ്റും വിട്ടു പോറ്റി മനസ്സിൽ വിഷ്ണു പാദാംബുജ ധ്യാനം ചെയ്യാതോ എന്തു ഭക്തനാം തടഞ്ഞ് ഓതിയിടിനാൻ കംസൻ എണീറ്റ് ഉച്ചത്തിൽ ഈ വിധം. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ തടഞ്ഞോതിയിടിനാൻ കംസൻ എണീറ്റു ഉച്ചത്തിൽ ഈ വിധം. ഭക്തികാര്യങ്ങൾ അറിയുവാനല്ല ഞാൻ ചൊൽവതോർക്കണം. ഭക്തി ഇതാരാ പറഞ്ഞത്? ഈ ഭക്തൻ ആരാണ്? ഭക്തൻ ആരാ ചോദിച്ചതാരാ? ഉദ്ധവരുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഉദ്ധവരുടെ സ്റ്റേറ്റ്മെൻറ്റാണ് അല്ലേ? ഉദ്ധവരെന്ന് അക്രൂരനാണെന്നാണ് പറഞ്ഞത്. എനിക്ക് അവർ രണ്ടാളേനും പിന്നെ അക്രൂരൻ, ഉദ്ധവരല്ല, അക്രൂരൻ്റെ സ്റ്റേറ്റ്. കാരണം ഒരു ഭക്തനെ അയക്കണം എന്നാണല്ലോ പിന്നെ നാരദ മഹർഷി പറഞ്ഞത്. ഇതൊക്കെ അക്രൂരൻ്റെ പ്രസ്താവനകളാണ്. അപ്പോൾ അതിനെ നിഷേധിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. ഇതെവിടുന്ന് തുടങ്ങി എന്ന് ചോദിക്കുകയാണെങ്കിൽ 7ാമത്തെ ശ്ലോകം, മനുഷ്യജന്മം ആരോഗ്യം മായസ് ഉത്തമ ജീവിതം വാഗ്മനസ്സുകൾ തൊട്ടുള്ള സാമഗ്രികളും ഈ വിധം എന്ന് ആ 7ാമത്തെ ശ്ലോകം മുതൽക്ക് ഇവിടെ പിന്നെ 22ാമത്തെ ശ്ലോകം വരെ അക്രൂരൻ്റെ പ്രസ്താവനകളാണ്. അപ്പോൾ ഉടനെ 23 പറഞ്ഞു, തടഞ്ഞോതിയിടിനാൻ കംസൻ എണീറ്റ് ഉച്ചത്തിൽ ഈ വിധം. തൻ്റെ നിർവചനം കേൾക്കാനല്ല ഞാൻ തന്നെ വിളിച്ചത്.
എനിക്കൊരു കാര്യസാധ്യതയുണ്ട്, അതിന് ഞാൻ തന്നെ ഉപകരിപ്പിക്കുന്നു. താനത് ചെയ്യണം. ഞാൻ രാജാവാണ്, എൻ്റെ രാജ്യത്തിലെ പ്രജയാണ്, തനിക്ക് ജീവിക്കണോ, ഞാൻ പറഞ്ഞത് കേൾക്കണം. ഇപ്പം എങ്ങനെയുണ്ട്? തടഞ്ഞോതിയിടിനാൻ കംസൻ എണീറ്റുച്ചത്തിലെ വിധം ഭക്തികാര്യങ്ങൾ അറിവാനല്ല ഞാൻ ചൊൽവതോർക്കണം. എനിക്കൊരു ഉപകാരത്തെ ചെയ്യുവാനൊരു ഭക്തനെ ആശ്രയിക്കേണ്ട ഒരാവശ്യം അടിയന്തരമാകയാൽ ശരിക്ക് വെടിവെച്ച് കൊല്ലണം. ആ സമയത്ത് ഞാനിന്ന് ഒരു വാട്സപ്പ്, അതായത് ഫോറിനിൽ ഹോങ്കോങ്ങിലോ തായ്വാനിലോ ഉള്ള ആൾക്കാരെ ഹിന്ദുക്കളെ എങ്ങനെ കാണുന്നു, അവർ പറഞ്ഞത് നിങ്ങളെ മുഗൾമാരും ബ്രിട്ടീഷുകാരും അടിമകളാക്കി അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി നിങ്ങളേനെ ഈ എന്താ പറയുക പട്ടാളത്തിൽ ചേർത്ത് അവരുടെ കിംവദന്തികൾക്ക് അനുസരിച്ച് ജീവിക്കാത്ത ഹിന്ദുക്കളെ വെടിവെച്ച് കൊല്ലാൻ പറയുമ്പോൾ നിങ്ങൾ വെടിവെച്ച് കൊന്നു. ശരിയല്ലേ? അപ്പം നിങ്ങൾ സ്വാർത്ഥതൽപരന്മാരാണ്, രാഷ്ട്രബോധം നിങ്ങൾക്കില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മളോട് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള തോക്കുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ വന്ന ഒരുത്തനെ പ്രതിരോധിക്കണില്ല? ശരിയല്ലേ? അപ്പോൾ സനാതനധർമ്മത്തിൽ ക്ഷമ ആവശ്യമുണ്ട്. ആരുടെ അടുത്താണ് ക്ഷമ വേണ്ടത്? അറിയാതെ കൊണ്ട് തെറ്റ് ചെയ്യുന്നവരുടെ അടുത്ത് മാത്രമേ ക്ഷമ വേണ്ടൂ. അറിഞ്ഞും കൊണ്ട് തെറ്റ് ചെയ്യുകയും നമ്മുടെ എക്സിസ്റ്റൻസിന് എതിരായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരെ പ്രതിരോധിക്കാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്കൊരു ഉപകാരത്തെ ചെയ്യുവാൻ ഒരു ഭക്തനെ ആശ്രയിക്കേണ്ട ഒരാവശ്യം അടിയന്തരമാകയാൽ ആളയച്ചുള്ളതാം കാര്യം ഗൂഢമായുര ചെയ്തിടാം. എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് അത് ഞാൻ സ്വകാര്യമായിട്ട് പറയും. താൻ അത് നിറവേറ്റിയാൽ മതി. പ്രസ്താവനകളോ ഡിസ്ക്രിപ്ഷനോ ഒന്നും ഇവിടെ വേണ്ട. താൻ ഭക്തനാണെന്ന് തനിക്കറിയാം, അത് മതി. എനിക്ക് താൻ ഭക്തനാണെന്ന് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ കാര്യനിർവഹണത്തിന് ഒരു ഭക്തൻ വേണം. അപ്പോൾ ആളയച്ചുള്ളതാം കാര്യം ഗൂഢമായുര ചെയ്തിടാം, സാധിച്ചാൽ എൻ മുഖ്യമന്ത്രി സ്ഥാനം അങ്ങേക്കു തീർച്ചയാം. താൻ എൻ്റെ എനിക്ക് ആഗ്രഹമുള്ള ഉപകാരം താൻ ചെയ്ത് താൻ അതിൽ വിജയിച്ചാൽ നാളെ മുതൽ താൻ എൻ്റെ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി ഗോകുലത്തിങ്കലേക്കൊന്നു പോയി വരേണം നിഗൂഢമായി. തൻ്റെ ഉത്തരവാദിത്വം എന്താ? ഗോകുലത്തിങ്കലേക്കൊന്നു പോയി വരേണം നിഗൂഢമായി, സ്വകാര്യമായിട്ട്. വാസുദേവൻ്റെ പുത്രന്മാർ അവിടെ അവിടം വാഴ്വൂ നിർഭയം. രാമകൃഷ്ണന്മാർ, ബലരാമനും ശ്രീകൃഷ്ണനും അവിടെ ഭയമില്ലാണ്ട് ജീവിക്കണം. അവരെ കൂടെ വിളിച്ചുകൊണ്ടിരണം. വസുദേവൻ്റെ പുത്രന്മാർ അവിടം. വസുദേവൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ അച്ഛൻ. വാസുദേവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദേവൻ. അപ്പോൾ വാസുദേവനും വസുദേവനും കൂടിയിട്ട് വ്യത്യാസം വരരുത്. നമ്മുടെ ഉള്ളിൽ ആരിയ്ക്കണോ? വാസുദേവൻ. ദേവൻ വസിക്കുന്ന സ്ഥലമാണ് അന്തര്യാമിയായിട്ട് അവരവരുടെ ഹൃദയഗുഹരത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഇതറിയാണ്ട് ഭാഗവതം പഠിച്ചിട്ട് കാര്യമില്ല. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയിട്ട് ഞാൻ ഭാഗവതം പഠിച്ചോളാം, വായിച്ചോളാം. ഭാഗവതം അവരവരുടെ ഉള്ളിലുള്ള ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി. കണ്ട മുള്ള് മാറ്റിയിട്ടാൽ കാണാത്ത മുള്ള് കൊള്ളില്ല. അതാണ് പിന്നെ പ്രസ്താവന, ആ പ്രമാണം. അതിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതാത് സമയത്ത് നമ്മൾക്ക് ശുദ്ധമായ ബുദ്ധി ഉത്ബോധിപ്പിക്കുന്നതാരാ? അവരവരുടെ ഉള്ളിലുള്ള ഈശ്വരനാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഗോകുലത്തിങ്കലേക്കൊന്ന് പോയി വരേണം നിഗൂഢമായി, വസുദേവൻ്റെ പുത്രന്മാർ അവിടം വാഴ്വൂ നിർഭരം. വളർന്ന് ഇവിടെ വന്നെന്നെ കൊല്ലുവാൻ കാത്തിരിക്കയാം. അവരുടെ ഉദ്ദേശം എന്താ? അവിടെ ഇരുന്ന് വളർന്ന് ഇവിടെ വന്ന് എന്നെ വധിക്കണം എന്നാണ് അവരുടെ ഉദ്ദേശം. അത് നടക്കില്ല. ഞാൻ അങ്ങയോട് പറയണു, നിങ്ങൾ ഇവിടെ ധനുര്യാഗം നടക്കണോ അത് കാണാൻ വേണ്ടി ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഇവിടെ എത്തിക്കണം. ബാക്കി കാര്യം ഞാൻ ഏറ്റുന്ന. ധനുരാഗത്തിനെന്നോതി അങ്ങൊരാണ്ട്
അങ്ങ് ആ രണ്ട് കിടാങ്ങളെ, ആ രണ്ടാളേനെയും ഇവിടെ ധനുര്യാഗം നടക്കണു, അത് കാണാൻ ഒരു ഉത്സവമാണ്, അത് കാണാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരണം. പറഞ്ഞു ചെയ്യോ? കൂട്ടിക്കൊണ്ടിങ്ങു പോരേണം, കൊണ്ടുപോകാം ഇതേ രഥം. എൻ്റെ പൊന്ന് കെട്ടിച്ചിട്ടുള്ള ഔദ്യോഗിക വാഹനമായി കൊണ്ടുപോകാം. കൂട്ടിക്കൊണ്ടിങ്ങു പോരേണം, കൊണ്ടുപോകാം ഇതേ രഥം. പാൽ വെണ്ണ തൈരുള്ളയിടത്തോളവും കൊണ്ടുപോരുവാൻ. എന്തിന്? അവിടെ കാച്ചിക്കുറുക്കിയ പാല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള തൈരും വെണ്ണയും നെയ്യും ഇങ്ങോട്ട് കൊണ്ടുവരണം. കാരണം അതാണ് അവർ കപ്പം കൊടുക്കുക. നമ്മളിവിടെ കാശ് കൊടുക്കുകയാണ്, റവന്യൂ, പഞ്ചായത്ത് ടാക്സ്, പിന്നെ വില്ലേജ് ടാക്സൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷെ അന്നത്തെ കാലത്ത് അതാത് ആൾക്കാർ കപ്പം കൊടുക്കണത് അവരുടെ വീട്ടിലെന്താ ഉള്ളത്, അതുകൊണ്ടാണ് നന്ദഗോപനോടോദേനം പ്രത്യേകം ഞാനൊരച്ചതായി, ഇവിടേക്ക് എത്തിയാൽ എല്ലാം ചെയ്യാം വേണ്ട മാതിരി. കൊല്ലിച്ചിടാം കുവലയാ പീഠത്തെ കൊണ്ടവറ്റയെ, അവറ്റയെ ഏത് അവറ്റ? എത്ര നിരുത്തരപരമായിട്ടാണ് കംസൻ സംസാരിക്കുന്നത്. കൊല്ലിച്ചിടാം കുവലയാ പീഠത്തെ കൊണ്ടവറ്റയെ, അല്ലെങ്കിൽ മല്ലന്മാരില്ലേ സംശയിക്കേണ്ട താൻ ഇതിൽ. അവരെ കൊന്നു വസുദേവനെയും കൂട്ടുകാരെയും കൊല്ലാം, വാർദ്ധക്യമാർന്നിട്ടും രാജ്യം കാമിക്കും അച്ഛനെ. അതായത് ഉഗ്രസേന മഹാരാജാവാണ് രാജാവ്. ഇയാളുടെ പിന്നെ ചെറിയച്ഛനോ വല്യച്ഛനൊട്ടെയാണ്, നേരെ മകനല്ല. അപ്പോൾ അയാളെയും കൊല്ലാം. ഉഗ്രസേനനെ അപ്പോൾ അവരെ കൊന്നു വസുദേവനെയും കൂട്ടുകാരെയും കൊല്ലാം, വാർദ്ധക്യമാർന്നിട്ടും രാജ്യം കാമിക്കും അച്ഛനെ. ഉഗ്രസേനനെ ഓടിക്കും നാട്ടിൽ നിന്നു തീർച്ചയാം, എന്നല്ല ശത്രുപക്ഷത്തിൽ വല്ലോരും തലപൊക്കുകിൽ. ഈ ഒരു ഉപദേശം ഇന്നത്തെ പലരും പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അത് പിന്നെ നമ്മൾ ഡെമോക്രസി എന്ന് എന്ത് പേരിട്ടാലും ശരി, ഈ 10 വോട്ട് കിട്ടി വിജയിച്ചാൽ ഇതേപോലെ രാജ്യം ഭരിക്കുന്ന ആൾക്കാർ പല സ്ഥലത്തുമുണ്ട്, പല രാജ്യങ്ങളിലുണ്ട്. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു, ഉഗ്രസേനനെ ഓടിക്കും നാട്ടിൽ നിന്നു തീർച്ചയാം, എന്നല്ല ശത്രുപക്ഷത്തിൽ വല്ലോരും തലപൊക്കുകിൽ. ചോദ്യമില്ല അവൻ ഈ വാളിന്നരയാ ആണ്, ഇല്ല സംശയം എന്നെ സഹായിപ്പതെന്നുണ്ട് എത്രയോ ബലശാലികൾ. നമ്മൾക്ക് ഈശ്വരൻ ഇപ്പോൾ ഈ മഹാഭാരത യുദ്ധത്തിൽ കൃഷ്ണനോട് സഹായം അഭ്യർത്ഥിച്ച കൗരവരുടെ നേതാവായിരിക്കുന്ന ദുര്യോധനനും പാണ്ഡവരുടെ പ്രതിനിധിയായിട്ട് വന്ന മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനനും ഒരേ സമയത്തെത്തി. അപ്പോൾ എന്താ വന്ന കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, വരാൻ പോകുന്ന മഹാഭാരത യുദ്ധത്തിൽ അങ്ങയുടെ സഹായം വേണം. അപ്പോൾ കൃഷ്ണൻ ഒരു പ്രപ്പോസൽ വെച്ചു, ഞാൻ ആയുധമെടുക്കാതെ കണ്ട് ഒരാളെ നിങ്ങളെ സഹായിക്കാം ഒരു ഭാഗത്ത്, വേറൊരു ഭാഗത്ത് എൻ്റെ എല്ലാ സൈന്യങ്ങളെയും ഒരു പക്ഷത്തിന് വേണ്ട തരാം. അപ്പോൾ ഉടനെ ചാടി കൗരവരുടെ മൂത്ത ജ്യേഷ്ഠൻ എനിക്ക് സേന മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ഒന്ന് ചിരിച്ചു. അപ്പോൾ കൃഷ്ണൻ വിനീതനായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങ് മതിയെന്ന് പറഞ്ഞാൽ ധർമ്മം എവിടെയുണ്ടോ അവിടെ രക്ഷപ്പെടുന്നതാണ്. അപ്പോൾ സൈന്യം ധർമ്മമല്ല നോക്കണത്. ആരുടെ നേരെ യുദ്ധം ചെയ്യാൻ പറഞ്ഞു അതനുസരിക്കും. അതാണ് ക്ഷത്രിയന്മാരാണ് സൈന്യത്തിലുള്ളത് വെച്ചാൽ പിന്നെ വർണ്ണജാതിയിലെ ശൂദ്രത്വമാണ്. പറഞ്ഞത് കേൾക്കി അവർക്ക് നിവൃത്തിയുള്ളൂ, ശരിയോ തെറ്റോ എന്നുള്ളതല്ല. അപ്പോൾ ഇങ്ങനെ സംഭവബഹുലമായ ഉപദേശക്രമങ്ങളെ മാറ്റിമറിച്ച് പരീക്ഷിക്കലല്ല നമ്മുടെ ജോലി. നമ്മുടെ ജോലി എന്താ? സാത്വിക ഗുണത്തിനെ സ്വീകരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയണ്ടായി, ചോദ്യമില്ല അവൻ ഈ വാളിനിരയാനില്ല സംശയം, എന്നെ സഹായിപ്പതിനുണ്ടത്രയോ ബലശാലികൾ. ജരാസന്ധൻ, മുരൻ, ബാണൻ, ദ്വിവിധൻ, നരകാദികൾ പ്രാണൻ പോലും ഉപേക്ഷിപ്പാൻ തയ്യാറാണ് അവരെ വരും.
അങ്ങ് ആ കിടാങ്ങളെ കൊണ്ട് പോരണം നാളെ രാവിലെ. ഇന്ന് പോയാൽ വൈകുന്നേരം അവിടെ എത്തും, നാളെ രാവിലേക്ക് ഇവിടെ എത്തണം. നാളെ രാവിലെ ധനുര്യാഗത്തിനാണെന്നേ പറയാവൂ മഹാമതേ. ധനുര്യാഗത്തിന് എന്നുള്ളതേ പറയാവൂ, ബാക്കിയുള്ളതൊക്കെ തനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. കാർവർണ്ണനെ ചെന്നു കാൺമാൻ കംസൻ തന്നോടു ചൊൽകവേ ആനന്ദം മലതല്ലിക്കൊണ്ട് അക്രൂരൻ മെല്ലെ ഓതിനാൻ. സത്യത്തിൽ അക്രൂരിന് സന്തോഷമുണ്ടായി. കാരണം ഞാൻ ഇതുവരെ കേട്ടുകേൾവിയിൽ മാത്രമുള്ള ആ ശ്രീകൃഷ്ണനെ എനിക്കൊന്ന് നേരിട്ട് കാണാൻ സാധിച്ചുല്ലോ. കാർവർണ്ണനെ ചെന്നു കാൺമാൻ കംസൻ തന്നോട് ചൊൽകവേ ആനന്ദം മലതല്ലിക്കൊണ്ട ക്രൂരൻ മെല്ലെ ഓതിനാൻ. വരുന്നതെല്ലാം വന്നിടും മഞ്ഞിലെങ്ങെങ്ങും ഏവനും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ അക്രൂരൻ്റെ ഈ പ്രസ്താവന നമ്മൾ മനസ്സിലാക്കണം. വരുന്നതെല്ലാം വന്നിടും മഞ്ഞിലെങ്ങെങ്ങും ഏവനും മനതാരിലെനിക്കിങ്ങ് സന്തോഷം താൻ ഇത് എങ്കിലും. കളവാലത്തരം പൈതങ്ങളെ നാം കൊണ്ടുപോരുകിൽ കഷ്ടമാവില്ലയോ പിന്നീട്, അതാണ് ഇങ്ങൊരു സംശയം. അത് സ്വാഭാവികമാണ്. ആഗണം കപടോപായം എന്നോടാവിധം അഖലൻ ഉര ചെയ്തില്ലയോ നേരിട്ടറിയണം അതിൻ ഫലം. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം അവരെ വധിക്കുക എന്നുള്ളതാണ്, അത് ഗുണമാണ്, അത് നീ അവരോട് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ രാജാവിനോട് ഒരു പരിധി വരെ ഉപ്പ് തിന്നുന്നുള്ള നിലയ്ക്ക് കൂറ് കാണിക്കും. പക്ഷേ ആരാണ് തെറ്റ് ചെയ്തത്? തെറ്റ് ചെയ്യണത് ഇവിടെ കംസൻ. അതിൻ്റെ ഫലം കംസൻ അനുഭവിക്കും. ഈ ഒരു ധാരണ അച്ഛനമ്മമാർക്കുണ്ടായാൽ പിന്നെ പുത്രസ്നേഹത്തിനെ നമ്മൾക്കൊരു പരിധി വരെ നിയന്ത്രിക്കാം. പുത്രേഷനെന്ന് രക്ഷപ്പെടാൻ ഇത് മാത്രമേ ഒരു വഴിയുള്ളൂ. ആഗണം കപടോപായം എന്നോട് ആവിധം അഖലൻ ഉര ചെയ്തില്ലയോ നേരിട്ടറിയണം അതിൻ ഫലം. ഈ വണ്ണം നൃപൻ ആജ്ഞാപിച്ച് ഉടൻ ആ ഭക്തവര്യനെ അയച്ചുതൻ മണിയറ പോകിനാൻ ചരിതാർത്ഥനായി. ഞാൻ ചെയ്യേണ്ടത് ചെയ്തു, വലിയ കേമനായി എന്നുള്ള ഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ മണിയറയിലേക്ക് പോയി. അപ്പോൾ ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ധർമ്മം ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡ് പോലെയാണ്. ധർമ്മം അതിനെ നമ്മൾക്കൊരു വിവരണം കൊടുക്കാൻ പറ്റില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എല്ലാവർക്കും തോന്നിക്കൊള്ളണമെന്നില്ല. അതിന് കാരണം എന്താ, നമ്മളെല്ലാവരും സെപ്പറേറ്റ് എൻറ്റൈറ്റീസാണ്. കംസൻ തനിക്കേകിയ മംഗളാഗ്നിയെ വഹിച്ച് മൂർധാവിൽ മഹാനുഭാവൻ നേരം പുലർന്നിടുവതെന്നു കാത്തുകൊണ്ടേ ഏറെ മിന്നിച്ചു നിജനികേതം. അതായത് കംസൻ തനിക്കേകിയ മംഗളാഗ്നിയെ വഹിച്ച് മൂർധാവിൽ മഹാനുഭാവൻ നേരം പുലർന്നിടുവതെന്നു കാത്തുകൊണ്ടേറെ മിന്നിച്ചു നിജം. അതായത് നാളെ നേരം വിളിച്ചാകുമ്പോൾ ഇവിടുന്ന് പോവാം എന്ന് പറഞ്ഞ് ആ തങ്കത്തേരൊക്കെ തയ്യാറാക്കി തൻ്റെ വീട്ടിലേക്ക് പോയി. ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ നവതിതമസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇങ്ങനെ ഉള്ള അത്യധികം രസാനുഭൂതി നിറഞ്ഞതായിട്ടുള്ള ഈ ഉപദേശങ്ങൾ ആര് ചെവിക്കൊള്ളണം അവർക്കൊക്കെ രക്ഷപ്പെടാം. ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.